തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും ഫ്ളാറ്റുകളിലും ബന്ധുവീടുകളിലും വിജിലൻസ് പരിശോധന നടത്തി. തിരുവനന്തപുരത്തും പാലാരിവട്ടത്തും ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. ടോം ജോസിന് പണം നൽകി സഹായിച്ച ബിനാമി എന്ന് സംശയിക്കുന്ന അമേരിക്കൻ വനിതയിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. ടോം ജോസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് വിജിലൻസ് കത്തും നൽകി. ഇന്ന് പുലർച്ചെയോടെയാണ് തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ ഫ്ളാറ്റുകളിലും ഭാര്യ വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് ആരംഭിച്ചത്. വിജിലൻസ് എസ് പി VN ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി വേണുഗോപാൽ, ബിജി ജോർജ് അടക്കം 5 CAമാരടങ്ങുന്ന സംഘം 5ആയി തിരിഞ്ഞാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഫ്ളാറ്റിൽ വെച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥർ ടോം ജോസിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം ടോം ജോസിന്റെ ഭാര്യയുമായി എത്തി ഫ്ളാറ്റ് തുറപ്പിച്ച ശേഷമാണ് ഉച്ചയോടെ പാലാരിവട്ടത്ത് റെയ്ഡ് ആരംഭിച്ചത്. സമാന്തരമായി തന്നെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലാ രാമപുരത്തെ സുഹൃത്തായ ഡോക്ടർ അനിത ജോസിന്റെ വീട്ടിലും പരിശോധനകൾ നടന്നു. ടോം ജോസ് സിന്ധുർഗ ജില്ലയിൽ 50 ഏക്കർ സ്ഥലം വാങ്ങാനായി എടുത്ത ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് 1,63,00,000 രൂപ നൽകി സഹായിച്ച വ്യക്തിയാണ് പ്രവാസിയായ ഡോക്ടർ അനിത ജോസ്. റെയ്ഡ് നടത്തിയ എല്ലാ കേന്ദ്രങ്ങളിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വിജിലൻസ് ഉറപ്പുവരുത്തി. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെയും വനിതാ പോലീസുകാരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയ ശേഷമാണ് റെയ്ഡ് നടത്തിയത്. ടോം ജോസിന്റെയും ബന്ധുക്കളുടെയും അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ വിജിലൻസ് ബാങ്കുകൾക്ക് കത്ത് നൽകി. പാലയിൽ CA ബെന്നി ജോർജും പാലാരിവട്ടത്ത് CA സനിൽകുമാറും ഇരിങ്ങാലക്കുടയിലെ റെയ്ഡിന് CA ഷാജുവും നേതൃത്വം നൽകി. KM എബ്രഹാമിന് പിന്നാലെ IAS അസോസിയേഷൻ പ്രസിഡന്റായ ടോം ജോസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് IAS ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിട്ടുണ്ട്. S ജീവൻകുമാർ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസ് തന്നെ അവഹേളിക്കാനായി കെട്ടിച്ചമച്ചതാണെന്ന് ടോം ജോസ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടി. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. 2 വർഷം മുൻപ് സർക്കാർ അവസാനിപ്പിച്ച കേസാണിതെന്നും ടോം ജോസ് പറഞ്ഞു. ഇത് മനഃപൂർവ്വം വിജിലൻസ് എന്നെ ഈ ഇൻസൾട്ട് ചെയ്യാനായിട്ടും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരു നടപടിയായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം വളരെ മുമ്പേ തന്നെ ഗവൺമെന്റിൽ വളരെ വിശദമായിട്ട് പരിശോധിച്ച് അത് ക്ലോസ് ചെയ്തിരുന്ന ഇഷ്യൂസ് ആണ്. പിന്നീട് ഇത് വിജിലൻസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ക്രിമിനൽ റെക്കോർഡുള്ള ഒരു വ്യക്തിയുടെ പെറ്റീഷന്മേലാണ്. ആ പെറ്റീഷൻ വെച്ചുകൊണ്ട് ഗവൺമെന്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയിന്മേല് ഗവൺമെന്റിനെ പോലും അറിയിക്കാതെ അതെന്താണെന്ന് നോക്കാതെ മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുന്നത് നിശ്ചയമായിട്ടും ഇത് സമൂഹത്തില് എന്നെ കരുതലിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഞാൻ ഇതിനെ സംബന്ധിച്ച് നിശ്ചയമായിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് റിലീസ് ചെയ്യുന്നതായിരിക്കും. 1,19,00,000 രൂപയുടെ അനധികൃത സ്വത്ത് ടോം ജോസ് സമ്പാദിച്ചതായി വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. വരുമാനത്തെ അപേക്ഷിച്ച് 62% സ്വത്ത് ടോം ജോസ് അനധികൃതമായി സമ്പാദിച്ചതായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച FIR-ൽ പറയുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും FIR-ലുണ്ട്. FIR-ന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ SP VN ശശിധരനാണ് മൂവാറ്റുപുഴ കോടതിയിൽ FIR സമർപ്പിച്ചത്. ടോം ജോസിന്റെ സ്വത്തുവിവരം സംബന്ധിച്ച് വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്തിയെന്നും അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നും FIR-ൽ പറയുന്നു. 2010 ജനുവരി 1 മുതൽ 2016 സെപ്റ്റംബർ 30 വരെയുള്ള സ്വത്തുവിവരങ്ങൾ ശേഖരിച്ചതിൽ ടോം ജോസിന് 1,19,549 രൂപയുടെ അനധികൃത സ്വത്തുള്ളതായി കണ്ടെത്തി. 2,39,42,992 രൂപയുടെ പ്രഖ്യാപിത സ്വത്താണ് ടോം ജോസിനുള്ളത്. 1,19,00,000 രൂപ മാത്രമാണ് ഇക്കാലത്തെ ടോം ജോസിന്റെ വരുമാനം. 72 ലക്ഷത്തോളം രൂപ ചെലവായതായും കാണിച്ചിട്ടുണ്ട്. സമ്പത്തും വരുമാനവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അഴിമതി നിരോധന നിയമം 13(1)(e), 13(2) എന്നീ വകുപ്പുകൾ പ്രകാരം ഇത് കുറ്റകരമാണ്. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. സ്വത്തുക്കൾ സംബന്ധിച്ച യഥാർത്ഥ വിവരം മറച്ചുവെച്ചതായും സംശയിക്കുന്നു. യഥാർത്ഥ സ്വത്ത് വിവരം അറിയാൻ 4 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനായി ക്രിമിനൽ നടപടിച്ചട്ടം 93(1) പ്രകാരം സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കണമെന്നും FIR-ൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലെ പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പ്രവർത്തനത്തിൽ സർക്കാരിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജേക്കബ് തോമസിനെ പുകച്ചു പുറത്താക്കാൻ നീക്കം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് യാതൊരു ഭരണസംഭരവും ഇല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. KM എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. KM എബ്രഹാമിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നോ എന്ന് വിശദീകരിക്കാൻ എന്ന് കാട്ടി വിജിലൻസ് SP-ക്ക് ഡയറക്ടർ കത്ത് നൽകി. വിജിലൻസ് സ്പെഷ്യൽ SP രാജേന്ദ്രനാണ് വിശദീകരണ കത്ത് നൽകിയിരിക്കുന്നത്. KM എബ്രഹാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ
മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയ സാഹചര്യത്തിലാണ് SP രാജേന്ദ്രനോട് റെയ്ഡ് ക്രമപ്രകാരമാണോ നടന്നതെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി KC ജോസഫിനെതിരെ അന്വേഷണം. തലശ്ശേരി വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നേരത്തെ വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സോളാർ കേസ് വിധിയിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഉമ്മൻചാണ്ടി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മതിയായ തെളിവുകൾ തന്റെ പക്കലുണ്ട്. തനിക്കെതിരെ പരാതിയിലോ മൊഴിയിലോ പരാമർശമുണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ ഒരു വിധത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ല. അത് ഈ പരാതി തന്നവർക്കറിയാം എന്നുകൂടെയുള്ള ബോധ്യം കൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ വേണ്ടത്ര ഗൗരവത്തോടുകൂടി എടുത്തില്ലെങ്കിൽ എടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം. ഏതായിരുന്നാലും ഇത് നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എല്ലാം രേഖകളിലുള്ളതാണ്. കല്യാശ്ശേരിയിൽ കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ VM സുധീരനെ പ്രാദേശിക നേതൃത്വം ബഹിഷ്കരിച്ചു. സ്വത്ത് സംബന്ധിച്ച പരാതി പറയാനെത്തിയവരെ VM സുധീരൻ ആദർശം മറന്ന് ചീത്ത വിളിച്ചു. കല്യാശ്ശേരിയിൽ നീത നമ്പ്യാർക്ക് പുതിയ കെട്ടിടം കോൺഗ്രസ് നിർമ്മിച്ചു കൊടുത്തുവെന്ന് കൊട്ടിഘോഷിച്ചാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ അടക്കം ഉദ്ഘാടനത്തിനെത്തിയത്. അതേസമയം DCCയും KPCCയും കെട്ടിടത്തിന്റെ പേരിൽ പിരിച്ച പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനടക്കം രാജിവെച്ച് സുധീരന്റെ പരിപാടി ബഹിഷ്കരിച്ചു. ഉദ്ഘാടന സമയത്ത് കെട്ടിടം പണിതത് തനിക്ക് വിറ്റ ഭൂമിയിലാണെന്നും തന്നെ ചതിച്ചാണ് കോൺഗ്രസ് നാടകം നടത്തിയതെന്നും ആരോപിച്ച് കോടതി ഉത്തരവുമായെത്തിയ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ജയകൃഷ്ണൻ പൊട്ടിക്കരയുകയായിരുന്നു. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവനാ, എനിക്ക് ജീവിക്കണ്ട. കാര്യങ്ങൾ അറിയാണ്ട് ഇവരൊന്നും അറിയാണ്ട ഇവർ വരുന്നുണ്ട്. ഇവരെ കുടുംബത്തെ പറ്റി ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയ എത്ര കേസിൽ പ്രതികളായവര് എല്ലാത്തിൻ്റെ കണക്ക് എൻ്റെ അടുത്തുണ്ട്. VM സുധീരൻ അയാളെ കാണാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനോ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് പരാതി പറയാൻ വന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് ആദർശ ധീരൻ തെറി വിളിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സർക്കാരുമായി കരാർ ഒപ്പുവെക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മെഡിക്കൽ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഹൈക്കോടതിയുടെയും മേൽനോട്ട സമിതിയുടെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി 1 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-നകം ജെയിംസ് കമ്മിറ്റി മുൻപാകെ ഹാജരാക്കണം. കരുണയിൽ അയോഗ്യരെന്ന് കണ്ടെത്തിയ 30 വിദ്യാർത്ഥികൾക്ക് പകരമായി ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചവരുടെ പട്ടിക കോടതി അംഗീകരിക്കുകയും ചെയ്തു. JNU വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പോലീസിന്റെ നിസ്സംഗതയ്ക്കെതിരെ JNU വിദ്യാർത്ഥികൾ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് നാളെ പാലക്കാട് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്യും. 31-ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് കൊടിയുയർന്നു. പൊതുസമ്മേളനം നടക്കുന്ന കോട്ടമൈതാനിയിലെ ബാലാനന്ദൻ നഗറിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ PK ശശി MLA പതാക ഉയർത്തി. വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നെത്തിയ പതാക കൊടിമര ദീപശിഖ ജാഥകൾ സമ്മേളന നഗറിൽ സംഗമിച്ച ശേഷമാണ് പതാക ഉയർന്നത്. ചടങ്ങിൽ CITU സംസ്ഥാന ഭാരവാഹികളായ ഇളമരം കരീം, അനന്തരവട്ടം ആനന്ദൻ, മന്ത്രി AK ബാലൻ, MM ലോറൻസ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. പോലീസ് അസോസിയേഷന്റെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ട്രാഫിക് സ്റ്റേഷനിലെ TS ബൈജുവാണ് സംസ്ഥാന പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി PG അനിൽകുമാറിനെയും വൈസ് പ്രസിഡന്റായി സണ്ണി ജോസഫിനെയും ജോയിന്റ് സെക്രട്ടറിയായി KI മാർട്ടിനെയും ട്രഷററായി S ഷൈജുവിനെയുമാണ് തെരഞ്ഞെടുത്തത്. നിലവിലത്തെ ഭരണസമിതിയാണ് ഇവർ പരാജയപ്പെടുത്തിയത്.